കണ്ടിന്യൂസ് ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ആസിഫ് അലി നായകന്റെ നാളെ തിയേറ്ററിലേക്ക് റിലീസിന് തരയ്ക്കുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ചിത്രമാണ് സർക്കിട്ട് എന്ന ചിത്രം. തുടർച്ചയായി ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷമായതുകൊണ്ട് നാളെ ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ ഒരു ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. തമിഴിൽ നിന്ന് ലോ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്തി വൻ അഭിപ്രായങ്ങൾ നേടി ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ റണ്ണോടെ തിയേറ്ററിൽ ഓടുന്ന ഒരു ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം. ചിത്രം ഇപ്പോൾ തന്നെ വേൾഡ് വൈഡ് ഏകദേശം 20 കോടി റിക്കമെൻഡ് ഗ്രോസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസ് മാത്രം എടുത്തു 10-13 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം എന്തായാലും തിയേറ്ററിൽ ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്ററായി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗീതാ ഗോവിന്ദം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു കോംബോ ആയിരുന്നു വിജയ് ദേവർകൊണ്ടയും രശ്മിക മന്ദാനയുടെയും. ഈ ഒരു കോംബോയിൽ വീണ്ടും ഒരു ചിത്രം വരാൻ പോവുകയാണ്. ഇത് വിജയ് ദേവർകൊണ്ടയുടെ 14ാമത്തെ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ നായിക രശ്മിക മന്ദാനയാണ് വരുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ വർക്കൊക്കെ തുടങ്ങുന്നത് ഈ ഒരു മാസം അവസാനം മുതലാണ്. ഈ ഒരു ചിത്രത്തിൽ വിജയ് ദേവർകൊണ്ട ജോയിൻ ചെയ്യുന്നത് അടുത്ത മാസമാണ്. ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. വിജയ് ദേവർകൊണ്ടയുടെ ടാക്സി വാല കൂടാതെ നാനിയുടെ ശ്യാം സിംഗ് റോയ് ചിത്രങ്ങളുടെയൊക്കെ സംവിധായകനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. സൂര്യയും ഐശ്വര്യ ലക്ഷ്മിയൊക്കെ പ്രധാന വേഷത്തിലെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മാമൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് യു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം ഈ മെയ് 16 വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. സൂര്യയുടെ വാരണായിരം പോലുള്ള ചിത്രങ്ങളിലൊക്കെ സംവിധാനമുള്ള ഗൗതം വാസുദേവ മേനോൻ സന്താനത്തിന് വേണ്ടി ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നു നേരത്തെ തന്നെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഒരു റൊമാൻറ്റിക്കൽ കോമഡി എന്റർടൈനർ ജോണറിൽ ഉൾപ്പെടുന്ന ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രജനീകാന്തിന്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ജയിൽ എന്ന ചിത്രം. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിലെ കുറച്ച് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലുള്ള അട്ടപ്പാടിയിലെ ചിത്രത്തിന്റെ ഷെഡ്യൂളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ തുടങ്ങുന്നത് നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്ടിലാണ്. കോഴിക്കോട് തന്നെ ഏകദേശം മെയ് 9 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം 20 ദിവസത്തോളം അവിടെ ഷൂട്ടിംഗ് കാണുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. അജിത്തിന്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള OTT റിലീസ് ഇന്ന് രാത്രി 12 മണിയോടെ നെറ്റ്ഫ്ലിക്സ് വഴി നടക്കുമെന്ന് തന്നെ ഇപ്പോൾ ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. വിജയുടെ കരിയറിൽ ഇനി അടുത്തതായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ഫൈനൽ ഷെഡ്യൂളിലുള്ള ഷൂട്ടിംഗ് ഇന്നു മുതൽ ചെന്നൈയിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷം ജനുവരി 9 പൊങ്കൽ റിലീസായാണ് വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഇത് ഒരു പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമായിരിക്കുമെന്നാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ദിലീപേട്ടൻ നായകന് ഈ വരുന്ന മെയ് 9 തിയേറ്ററിലേക്ക് റിലീസിലെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലൂടെ ഒരു കിടിലൻ കമ്പാക്ക് ഉണ്ടായിരിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് നല്ല റെസ്പോൺസ് വരികയാണെങ്കിൽ ദിലീപേട്ടന്റെ ഒരു ശക്തമായ കമ്പാക്ക് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ടീസറൊക്കെ ആയാലും കുഴപ്പമില്ലാത്ത നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഇനിയും വരാനിരിക്കുന്ന വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രാമായണ എന്ന ചിത്രം. രൺബീർ കപൂർ ആണ് ഈ ഒരു ചിത്രത്തിൽ നായകനായിരുന്നത്. നായികയായിരുന്നത് സായി പല്ലവിയാണ്. കൂടാതെ വില്ലനായിരുന്നത് യാഷ് ആണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോയുടെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ് വീഡിയോ ഒരു ടീസർ പോലത്തെ ഒരു വീഡിയോയുടെ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് യു സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചുള്ളത്. ഏകദേശം ഡ്യൂറേഷനും പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റും 36 സെക്കൻഡുമാണ് ആ ഒരു ടൈറ്റിൽ ഒരു ടീസർ അനൗൺസ്മെന്റ് വീഡിയോയ്ക്ക് തന്നെ വരുന്നതെന്നൊരു കാര്യം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു ടീസറിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൂര്യനായകന് RJ ബാലാജിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സൂര്യ ചിത്രമാണ്. അദ്ദേഹത്തിന്റെ 45ാമത്തെ ചിത്രം. ഈ ഒരു ചിത്രത്തിൽ തൃഷയൊക്കെ ഒരു പ്രധാന വേഷത്തിലെത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ടീസറിനായി കുറെ ആൾക്കാരാണ് കാത്തിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന ജൂലൈ 23 സൂര്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോസ്റ്റർ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡേറ്റിനായാലും ചേഞ്ച് ആകാനുള്ള വലിയ ചാൻസ് ഒന്നും കാണുന്നില്ല. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ ഉടനെ തന്നെ പുറത്തു വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.